പിണറായി വിജയനോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുക എന്നതിനപ്പുറത്തുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധതയും KM ഷാജഹാൻ ഇല്ല എന്ന് വീണ്ടും വീണ്ടും എണ്ണി പറയുന്നു. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് KM ഷാജഹാൻ ഇങ്ങനെ ഒരു വാർത്ത ചെയ്തത്? KM ഷാജഹാൻ പറയുകയാണ് ഞാനാണ് കേരളത്തിന്റെ പ്രതിപക്ഷമെന്ന്. എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ഇത് പറയുന്നത്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ മിസ്റ്റർ KM ഷാജഹാൻ താങ്കൾക്കെതിരെയും കേരളത്തിൽ നിന്ന് ഉയർന്നു വരും. അതിന് മറുപടി പറയാൻ താങ്കളും തയ്യാറായിട്ട് വേണം ഇരിക്കാനായിട്ട്. കേരളത്തിന്റെ വികസന നായകൻ എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ലീഡറായിട്ടുള്ള K കരുണാകരനെ അപമാനിച്ചിറക്കി വിട്ടത് ആരാണത്? CPM-കാരാണോ? നമസ്കാരം. ഈ KM ഷാജഹാന്റെ അറസ്റ്റും അതുപോലെ തന്നെ ജാമ്യത്തിലിറങ്ങലും ഒക്കെ ചർച്ചയായി. ഈ KM ഷാജഹാന്റെ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹമാണോ അതോ പിണറായിയോടുള്ള വിരോധമാണോ? ഈ KM ഷാജഹാന്റെ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന് സ്ത്രീ വിരുദ്ധത, രണ്ട് പിണറായി വിജയനോടുള്ള വ്യക്തിവൈരാഗ്യം. ഇതിന് അപ്പുറത്തേക്കുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധതയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോടുള്ള ഒരു സ്നേഹമോ ഒന്നും അദ്ദേഹത്തിനില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നലെ അദ്ദേഹം അറസ്റ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ രസകരമാണ്. മറ്റേ എന്താ പറയുന്ന കോൺഗ്രസ്സുകാർക്കും UDF-കാർക്കും ഒക്കെ വളരെയധികം ആവേശം നൽകാൻ സാധിക്കുന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. പിണറായിക്കെതിരെ തന്നെയാണ് അതാണ് പിണറായി വിജയനോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുക എന്നതിനപ്പുറത്തുള്ള ഒരു സാമൂഹിക പ്രതിബദ്ധതയും KM ഷാജഹാൻ ഇല്ല എന്ന് വീണ്ടും വീണ്ടും എണ്ണി പറയുന്നു. ഇന്നലെ അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷം ഇന്നലത്തെ ആ ഒരു പോലീസ് അറസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു പോലീസ് വിഡ്ഢിത്തരമാണ്. ഈ കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ ശത്രു കേരള പോലീസ് ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അതല്ലേ നമ്മുടെ വിഷയം ഇന്നത്തെ. KM ഷാജഹാന്റെ സാമൂഹിക പ്രതിബദ്ധതയെ കുറിച്ചാണ്. അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ നായികയെ നിങ്ങൾ ഇറക്കിയില്ലേ? അദ്ദേഹത്തിന് ക്യാൻസർ വർദ്ധിച്ച് മരണമടയാൻ വരെ കാരണം അതായിരുന്നില്ലേ എന്ന് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിനുശേഷം തുടർന്ന് KM ഷാജഹാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിക്യാമറ വെച്ച് ഒരു ജില്ലാ സെക്രട്ടറിയെ ഇല്ലാതാക്കിയ പാർട്ടിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേയധികം ചോദ്യങ്ങൾ ഇദ്ദേഹം ഇങ്ങനെ ചോദിച്ചു പോവുകയാണ്. അത് ഏകപക്ഷീയമായ ചോദ്യങ്ങളാണ്. പിന്നെ സിനിമാ നടൻ മുകേഷിനെതിരെയുള്ള ആരോപണം, KV ഗണേഷ് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ KM ഷാജഹാൻ ഇങ്ങനെ ചോദിച്ചു പോകുന്നുണ്ട്. അപ്പൊ KM ഷാജഹാനോട് നമുക്കും ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്നേ. അത് ചോദിക്കാൻ നമുക്ക് പോകാൻ പറ്റുമോ? ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ. ഈ K കരുണാകരന്റെ മകനായിട്ടുള്ള K മുരളീധരന് തൃശ്ശൂർ രാമനിലയത്തിൽ വെച്ച് പ്രമുഖമായിട്ടുള്ള ഒരു സിനിമാ നടിയുമായി പിടിക്കപ്പെട്ടു എന്നുള്ള ഒരു വ്യാജ വാർത്ത പൊതുസമൂഹത്തിൽ പ്രചരിപ്പിച്ചതാരാണോ? CPM-കാരാണോ? ഷാജഹാൻ ഇതിനൊന്ന് ഉത്തരം പറയണം. കോൺഗ്രസ്സുകാർ തന്നെയല്ലേ? ഉമ്മൻചാണ്ടിയുടെ PA ആയിരുന്ന ജോപ്പനെ ഉമ്മൻചാണ്ടി സംസ്ഥാനത്ത് ഇല്ലാതിരുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യിപ്പിച്ചതാരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പോലീസല്ലേ? മുഖ്യമന്ത്രിയുടെ PA അറസ്റ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി അറിയേണ്ടതല്ലായിരുന്നോ? അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മുഖ്യമന്ത്രി മോഹമല്ലേ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ മേൽ കരിനിഴൽ വീണ ഈ സോളാർ ആരോപണങ്ങൾക്ക് എല്ലാം തുടക്കം? അതെന്താ KM ഷാജഹാൻ മറന്നുപോയത്? ഉമ്മൻചാണ്ടി സ്നേഹമൊക്കെ നല്ലതാണ്, നമ്മളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ VS അച്യുതാനന്ദനെ കുറിച്ചൊക്കെ വളരെ വാചാലനാവുന്നുണ്ട് KM ഷാജഹാൻ. ഞാൻ ചോദിച്ചുകൊള്ളട്ടെ, ഈ KM ഷാജഹാൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ള VS അച്യുതാനന്ദന് അവസാന നാളുകളിൽ പുത്രവാത്സല്യം കൂടിപ്പോയെന്ന്? പക്ഷെ നമ്മൾ കണ്ടത് എന്താണ്? തൻ്റെ പിതാവിനെ മറ്റൊരു മക്കളും പരിചരിക്കാത്ത രീതിയിൽ പരിചരിച്ച് VS അച്യുതാനന്ദനോടൊപ്പം നിൽക്കുന്ന പുത്രനെയല്ല കേരളം കണ്ടത്. താങ്കൾ പറഞ്ഞതിന് നേരെ വിരുദ്ധമായിരുന്നില്ലേ അത്? താങ്കൾക്ക് ഇഷ്ടമല്ലാത്തവരെല്ലാം ഈ പൊതുസമൂഹത്തിന് ശത്രുക്കളാണെന്നാണ് പുള്ളി തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിക്കെതിരെ ഏറ്റവും വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആളല്ലേ K മുരളീധരൻ. DIC രൂപീകരണത്തിന്റെ സമയത്ത് ഉമ്മൻചാണ്ടി താങ്കൾ അഴിമതിക്കാരനാണ്, താങ്കൾ കൊള്ളക്കാരുടെ വക്താവാണ്, താങ്കൾ ബാർ മുതലാളിമാരുടെ കൂട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞതാരാണ്? K മുരളീധരനല്ലേ? ആ K മുരളീധരൻ ഇന്ന് കോൺഗ്രസിനകത്തില്ലേ? ഇല്ലേ? ഇത് രാഷ്ട്രീയമല്ലേ? ശ്രീ KM ഷാജഹാൻ ഇതൊന്നും കാണാതെ പോകുന്നത്. ഇതോടൊപ്പം തന്നെ KM ഷാജഹാനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം ഇതാണ്. TN സീമയ്ക്കെതിരെ KM ഷാജഹാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തോമസ് ഐസക്കുമായി ചേർത്തുകൊണ്ട്. അത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് KM ഷാജഹാൻ പറഞ്ഞിട്ടുള്ളത്? KJ ഷൈൻ ടീച്ചർക്കെതിരെ UDF സൈബർ മീഡിയയിലെ പിള്ളേർ പറഞ്ഞത് അതേപടി തന്നെ ഏറ്റുപിടിച്ചൊരു വാർത്ത ചെയ്യുക, ഒരു വ്യക്തതയും ഇല്ലാത്തൊരു വാർത്ത ചെയ്യുക. അതിനുശേഷം അതിൻ്റെ പേരിൽ കേസ് ഉണ്ടാകുമ്പോഴത്തേക്ക് അത് പിണറായി വിജയൻ തന്നെ അങ്ങോട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമെന്നേ? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് KM ഷാജഹാൻ ഇങ്ങനെ ഒരു വാർത്ത ചെയ്തത്? വാദിക്കാൻ വേണ്ടി ഒരു പക്ഷേ KM ഷാജഹാൻ പറയാൻ സാധിക്കും, ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, ഞാനൊന്നും പരാമർശിച്ചിട്ടില്ല എന്ന്. ഇപ്പൊ ജുബ്ബയിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ലേ? അങ്ങനെ തന്നെയാണ് കോടതി ചോദിക്കുന്നതാണ്. സ്ത്രീവിരുദ്ധമായ എന്ത് പരാമർശമാണ് നടത്തിയിട്ടുള്ളത്? അത് സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളല്ല. കഴിഞ്ഞ ദിവസം KM ഷാജഹാനെ വിളിച്ച് മൊഴിയെടുത്തിട്ടുള്ള കേസ് വേറെയാണ്, ആ സ്റ്റോറി വേറെയാണ്. KJ ഷൈൻ ടീച്ചറോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തിനാണ് എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യം. മനസ്സിലായോ? ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞത് കേരള പോലീസ് ഈ ഗവൺമെന്റിന്റെ ശത്രുവാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ്.
ഇനിയും കെ എം ഷാജഹാനോട് ചോദിക്കാനുള്ളത്, പി ജെ കുര്യൻ എങ്ങനെയാണ് സൂര്യനെല്ലി കേസിൽ പെട്ടത്? CPM-കാരാണോ പി ജെ കുര്യനെ സൂര്യനെല്ലി കേസിൽ പെടുത്തിയത്? പി ജെ കുര്യൻ കേരളത്തിൽ ആർക്കെല്ലാമൊക്കെയോ മുകളിൽ വരുമെന്ന് കണ്ടപ്പോഴല്ലേ പി ജെ കുര്യനെ സൂര്യനെല്ലി കേസിൽ പെടുത്തുകയും പി ജെ കുര്യനെ ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് കെട്ടുകെട്ടിക്കുകയും ചെയ്തത്? അതിന്റെ ഉത്തരവാദിത്വം CPM-ന്റെ തലയിൽ കൊണ്ട് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടുത്തെ പാമോയിൽ കേസ് CPM കൊണ്ടുവന്നതാണോ? ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തന്നെയല്ലേ ഉന്നയിച്ചുകൊണ്ട് വന്നത്? ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്നില്ലേ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ? ഇതൊക്കെ എന്താ കേരളം മറന്നുപോയോ? ഈ ചരിത്രമൊക്കെ കേരളം മറന്നു പോകുമോ? ഒരിക്കലുമില്ലല്ലോ. അതിനുശേഷം കെ എം ഷാജഹാൻ പറയുകയാണ് ഞാനാണ് കേരളത്തിന്റെ പ്രതിപക്ഷമെന്ന്. എന്തടിസ്ഥാനത്തിലാണെന്ന് ഇത് പറയുന്നത്? എന്തടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്? കെ എം ഷാജഹാൻ കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് വീഡിയോ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് കെ എം ഷാജഹാൻ എന്താണ് ചെയ്തിട്ടുള്ളത്? VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റിനെ പാർട്ടിക്കകത്ത് ഒറ്റപ്പെടുത്തി കളയാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച ഒരു വ്യക്തി കൂടിയല്ല കെ എം ഷാജഹാൻ. ആ കെ എം ഷാജഹാൻ VS അച്യുതാനന്ദന്റെ അവസാന നാളുകളിൽ എന്താ പറഞ്ഞു പരത്താൻ ശ്രമിച്ചത്? പുത്രവാത്സല്യം. അത് നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞു പോയതാണ്. അപ്പൊ അങ്ങനെയുള്ള കെ എം ഷാജഹാൻ ഇവിടെ വന്നിരുന്നിട്ട് ഈ സമൂഹത്തെ മൊത്തം ഉദ്ധരിക്കുന്ന ഒരു വലിയ ജനനായകനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിനകത്ത് പറയാൻ സാധിക്കുക? എന്ത് അർത്ഥമാണ് അതിനകത്തൊക്കെ ഉള്ളത്? ചോദ്യങ്ങൾ അത് ചോദിക്കാനുള്ളതൊക്കെ തന്നെയാണ്. ഞാനൊക്കെ ചോദ്യം ചെയ്തു. ഈ മുകേഷിന്റെ കാര്യവും KB ഗണേഷ് കുമാറിന്റെ കാര്യവും ഒക്കെ പറയുന്നുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച് വന്ന ആളുകൾ ആണ് അവരൊക്കെ. സിനിമാ മേഖലയിൽ നിന്നാണ് അവർ പ്രശസ്തരായിട്ട് വന്നിട്ടുള്ളത്. KB ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിട്ട് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മന്ത്രിമാരിൽ ഒരാളാണ് KB ഗണേഷ് കുമാർ എന്ന കാര്യത്തിൽ ഒരാൾക്ക് പോലും സംശയമില്ല. ഏതെങ്കിലും ഒരു BJP-കാരനോ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ പാർട്ടിയുടെ പേരിലല്ലാതെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ഒരാൾ പോലും KB ഗണേഷ് കുമാറിനെ കുറ്റം പറയത്തില്ല. KB ഗണേഷ് കുമാറിന് വ്യക്തിപരമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള ബന്ധങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം UDF നിൽക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ചില ബന്ധങ്ങൾ. KB ഗണേഷ് കുമാറിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് പോകണ്ടെന്നാണ് ആളുകൾ പറയുക. മികച്ചൊരു മന്ത്രിയാണെന്ന് അത് മാത്രം നോക്കിയാൽ മതി. മുകേഷിന്റെ കേസിൽ മുകേഷിനെതിരെ ആരോപണവുമായിട്ട് വന്നിട്ടുള്ള ഒരു സ്ത്രീ ഇന്ന് എനിക്കൊന്ന് ചെന്നൈ ജയിലിലാണെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ലോയേഴ്സ് കോൺഗ്രസിന്റെ ഒരു നേതാവിനെതിരെ ഈ സ്ത്രീ കൊടുത്ത പരാതി വ്യാജമാണെന്നുള്ള രീതിയിൽ തള്ളിക്കളഞ്ഞെന്നേ. ഇതൊക്കെ എന്താ കെ എം ഷാജഹാൻ കാണാതെ പോകുന്നത്? കൊടുത്തിരിക്കുന്ന പരാതികൾ മുഴുവൻ അപ്പോ സംശയത്തിന്റെ നിഴലിലാവും. മൊത്തമായിട്ടും ബാലചന്ദ്ര മേനോനെതിരെ പറഞ്ഞിരിക്കുന്നത് കേസെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അപ്പോഴും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, നിങ്ങൾ എന്താണ് മുകേഷിനെതിരെ പറയാത്തത്? നിങ്ങൾ എന്താണ് KB ഗണേഷ് കുമാറിനെതിരെ പറയാത്തത്? നിങ്ങൾ എന്താണ് അവർക്കെതിരെ പറയാത്തത്, ഇവർക്കെതിരെ പറയാത്തത്? കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അല്ല ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചത്? കൃത്യവും വ്യക്തവുമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് സംസാരിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ ഇടതുപക്ഷ സൈബർ മാധ്യമങ്ങൾ എന്തെങ്കിലുമൊക്കെ കെട്ടിച്ചമച്ചതിന്റെ പിന്നാലെ പോയവരല്ല. നമ്മൾ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വാർത്ത ചെയ്തവരാണ്. അങ്ങനെ ഒരു വാർത്ത ചെയ്തപ്പോൾ നിങ്ങൾ ഇത് എന്തിനു ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ വിമർശിച്ച വ്യക്തിയാണ് കെ എം ഷാജഹാൻ. അപ്പൊ കെ എം ഷാജഹാനോട് നമുക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. കേരള പൊതുസമൂഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് മറു ചോദ്യങ്ങളും ഇവിടെയുണ്ട്. ഈ മറു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി കെ എം ഷാജഹാൻ കണ്ടുപിടിച്ചിട്ട് വേണം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരാൻ. അല്ലെങ്കിൽ കുറച്ച് ചോദ്യങ്ങളുമായിട്ട് വന്നിട്ട് പൊതുരംഗത്ത് നിൽക്കുന്ന ഏത് സ്ത്രീയെയും ഏത് രീതിയിലും ഏത് സമയത്തും അപമാനിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹം വെറുതെ ഇരിക്കുമെന്ന് താങ്കൾ കരുതേണ്ടതില്ല. താങ്കൾക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് അധിക്ഷേപത്തിലേക്ക് പോകുമ്പോൾ അതിവിടെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. താങ്കൾക്ക് കേരളത്തിന്റെ പൊതുസമൂഹം അല്പമെങ്കിലും ബഹുമാനവും സ്നേഹവും ഒക്കെ തരുന്നുണ്ട് എങ്കിൽ അത് VS അച്യുതാനന്ദൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ PA ആയിരുന്നു എന്ന ഒറ്റ കാരണത്താൽ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് താങ്കളോട് യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ല. ഏറ്റവും ഒടുവിൽ താങ്കൾ VS അച്യുതാനന്ദനെ വെച്ചൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കേരള ജനതയെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ ശ്രമിച്ചു. എന്താണ് അവസ്ഥയായിരുന്നത്? എത്ര പേർ പങ്കെടുത്തു ആ യോഗത്തിൽ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ മിസ്റ്റർ കെ എം ഷാജഹാൻ താങ്കൾക്കെതിരെയും കേരളത്തിൽ നിന്ന് ഉയർന്നു വരും. അതിന് മറുപടി പറയാൻ താങ്കളും തയ്യാറായിട്ട് വേണം ഇരിക്കാനായിട്ട്. താങ്കളുടെ പേരെടുത്ത് പറഞ്ഞ് വ്യൂസ് കൂട്ടേണ്ട ഗതികേട് വൈറ്റ്സ് വൺ TVക്ക് ഇല്ല എന്ന് കൂടി പറയാം. പക്ഷേ താങ്കൾ അങ്ങോട്ട് ഈ പിണറായി വിരുദ്ധത കൊണ്ട് കേരളത്തെ ഉദ്ധരിക്കാൻ നടക്കുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്നേ. നിങ്ങളൊക്കെ ഇവിടുത്തെ ഏറ്റവും വലിയ മഹാനായ പത്രപ്രവർത്തകന് ആണെന്ന് താങ്കൾ സ്വയം ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയെന്നേ പറയാനുള്ളൂ. താങ്കളുടെ വാക്കുകൾ കേൾക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എല്ലാവരും അത് കേൾക്കുന്നുവെന്നും വിചാരിക്കേണ്ട. നമ്മൾ പറയുന്നത് കേൾക്കുന്നത് ചിലപ്പോൾ 100 പേരായിരിക്കാം. ഇദ്ദേഹത്തിന് പറയുന്നത് കേൾക്കുന്നത് കോടിക്കണക്കിന് ആളുകൾ കേൾക്കുന്നുണ്ടാവാം, ഇല്ല എന്നും പറയുന്നില്ല. പക്ഷെ യാഥാർത്ഥ്യത്തോടു കൂടി യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ആര് തയ്യാറാവണം? കെ എം ഷാജഹാൻ തയ്യാറാവണം. നമ്മളൊക്കെ മറന്നുപോയ ISRO ചാരക്കേസ് ഉയർത്തിക്കൊണ്ട് വന്നത് ആരാണ്? K കരുണാകരൻ എന്ന് പറയുന്ന കേരളത്തിൽ ഇത്രയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള K കരുണാകരൻ എന്ന് പറയുന്ന കേരളത്തിന്റെ വികസന നായകൻ എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ലീഡറായിട്ടുള്ള K കരുണാകരനെ അപമാനിച്ചിറക്കി വിട്ടത് ആരാണെന്ന്? CPM-കാരാണോ? ഗ്രൂപ്പ് യോഗങ്ങൾ കൂടിയതാരാണ്? CPM-കാരാണോ? അദ്ദേഹത്തിനെതിരെ എത്ര വലിയ അദ്ദേഹം നെഞ്ചു പൊട്ടിപ്പോയിട്ടില്ലേ K കരുണാകരൻ? എന്താ കെ എം ഷാജഹാൻ ഒന്നും അറിഞ്ഞിട്ടില്ലേ?
കെ എം ഷാജഹാൻ ഇതൊന്നും അറിയാൻ പാടില്ലേ? രാഷ്ട്രീയത്തിൽ നീതിയും അനീതിയും ഒക്കെയുണ്ട്. താങ്കളുടെ പിണറായി വിരുദ്ധത വെച്ചിട്ട് ആ പിണറായി വിരുദ്ധതയിൽ നിന്ന് ആ പിണറായി വിജയനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് താങ്കൾ ഏത് സ്ത്രീകളെ കുറിച്ചും അപവാദം പറയുമെന്ന് പറഞ്ഞാൽ അത് അനുവദിച്ചു തരാനായിട്ട് കേരളത്തിലെ പൊതുസമൂഹം തയ്യാറാകും എന്ന് ഞാൻ കരുതുന്നില്ല. താങ്കൾ അത്ര വലിയൊരു ആളാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്ന് മാത്രമേ കെ എം ഷാജഹാനോട് ഓർമ്മിപ്പിക്കാനുള്ളൂ. കെ എം ഷാജഹാൻ ഈ വീഡിയോ കാണുകയാണെങ്കിൽ കെ എം ഷാജഹാൻ ഇതിനൊരു മറുപടി തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അവിടെയും എന്തെങ്കിലുമൊക്കെ ന്യായവാദങ്ങൾ ഉണ്ടാവാം. ആ ന്യായവാദങ്ങളുമായിട്ട് താങ്കളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും.